ഫ്രണ്ട്സ്, ഞങ്ങളുടെ നാട്ടിൽ പുലിയുള്ളത് കൊണ്ടും രാവിലെ ഇതുപോലെ നടക്കാൻ ഇറങ്ങുന്നത് ലിറ്റിൽ റിസ്കി. ബട്ട് എന്ത് ചെയ്യാൻ, നടക്കാൻ ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. ഫോർ ആർ ഹെൽത്ത്. ഞാനിങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേനും എന്തോ അവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് അപ്പോഴത്തേനും എന്താ പറയുന്നത്, ഞാനങ്ങനെ പേടിയുള്ള കൂട്ടത്തിലൊന്നും അല്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക് ഒരു വടി ഞാൻ എടുത്തു. വടി ഇൻ ദ സെൻസ് ജസ്റ്റ് അവിടെ നിന്നൊരു വടി ഒടിച്ചെടുത്തു. പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതൊരു കാട്ടുകോഴിയായിരുന്നു, നത്തിങ് എൽസ്. ഇങ്ങോട്ടെങ്ങാണ്ട് പറന്നു പോയിട്ടുണ്ട് സംഭവം. അതല്ല, അത് കുയിലാണ് കേട്ടോ. അവൻ താഴോട്ടെങ്ങാണ്ട് പറന്നു പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സൈഡേ കണ്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് പിടുത്തില്ല. എന്താ നമുക്കറിയത്തില്ലല്ലോ, പട്ടിയോ എനിത്തിങ്. ഈ വഴിയൊന്നും അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ആൾക്കാർ വരുന്ന വഴിയല്ല, എപ്പോഴും വണ്ടികളൊന്നും പോകുന്ന വഴിയല്ല. കുറച്ചിങ്ങനെ മലയിലോട്ടാണ്. ഞാനപ്പോൾ ഒരു 2-3 കിലോമീറ്റർ ഒരു മലയിലോട്ട് ഇങ്ങനെ നടന്ന് കയറിയേക്കുക. പക്ഷേ രാവിലത്തെ ഈ വോക്ക് ഭയങ്കര അടിപൊളിയാണ്. ഐ റിയലി ലൈക്ക് ടു വോക്ക്. അപ്പോൾ രാവിലെ ഇങ്ങനെ വോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അങ്ങ് ദൂരെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ വാഗമൺ പോലെയാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ കൂടെ ഞാൻ എന്താ കമ്പും കൂലൊക്കെ പിടിച്ചോണ്ട. പക്ഷേ രസമാണ് കേട്ടോ. ഏർലി മോർണിംഗ് വാക്ക് ഈസ് വെരി നൈസ്. നോട്ട് ഏർലി മോർണിംഗ്, ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 6:30 ആയി. ഇപ്പോൾ സമയം ഒരു 7:30 ആകാറായിട്ടുണ്ടാവും. എന്നാലും മലഞ്ചെരുവിലായതുകൊണ്ട് വെയിലിങ് എത്തിയിട്ടില്ല. ഒരു 8 മണിയൊക്കെ ആകും ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ടിൽ വെയിലെത്തണമെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നുന്നു, ഞങ്ങളുടെ ഏരിയയിൽ ഒത്തിരി പേര് അവിടെ ഇവിടെ ആക്കിയിട്ട് പുലിനെ കണ്ടിട്ടുണ്ട്. പുലി വിത്ത് കുഞ്ഞുങ്ങൾ. സോ ഈ വഴി ഒറ്റയ്ക്ക് വരുന്നത് റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ റിസ്ക് ആണ്. പക്ഷെ നമുക്ക് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ദിസ് ഇസ് സഞ്ജീവ് ഇടുക്കി ഫ്രം ഇടുക്കി. ബൈ ഗൈസ്.